ആദ്യത്തെ ട്രംപ് സർക്കാർ അമേരിക്കയിൽ വന്ന സമയത്ത് ട്രംപിന് പാകിസ്ഥാനോടുള്ള സമീപനം എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അന്ന് പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു ഉപരോധം ഏർപ്പെടുത്തും, നിങ്ങൾക്ക് ലോണൊന്നും തരില്ല, ഉം. അവിടെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ മര്യാദയ്ക്ക് എടുത്ത് തോട്ടിൽ കളഞ്ഞോണം എന്നൊക്കെയുള്ള രീതിയിൽ ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. 2018 അത്തരത്തിലുള്ള വാർത്തയും നമുക്ക് ഇപ്പോഴും ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. പക്ഷേ രണ്ടാം ട്രംപ് സർക്കാർ വന്നപ്പോഴാണ് ഇതെല്ലാം തകിടം പറയുന്നത്. അതായത് ഇത് ഇയാൾ തന്നെയാണോ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ ട്രംപിന് ആരെങ്കിലും ഹൈജാക്ക് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മളിവിടെ പലതരത്തിലുള്ള ചർച്ചകൾ കേൾക്കുന്നു. ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ കേൾക്കുന്നു. എൻ്റെ സംശയം എന്ന് പറയുന്നത് ട്രംപിനെ കൺട്രോൾ ചെയ്യുന്നത് CIA ആണോ? അതായത് അമേരിക്കയുടെ ചാരസംഘടനയായിട്ടുള്ള CIA ആണോ ട്രംപിനെ കൺട്രോൾ ചെയ്യുന്നത്? CIA അതിന് നിയമിച്ചിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോന്നറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ഇക്കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നതിൽ ഏതാണ്ട്. അതായത് എന്താണ് അവരുടെ പട്ടിക എന്താണ്? അവരുടെ പട്ടിക ഒരു നീണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇത്രയും ദിവസം ഇന്നലെയും നമ്മൾ സംസാരിച്ചില്ലേ ഡീപ് സ്റ്റേറ്റിന്റെ കാര്യം, നമ്മൾ 2 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലും ഈ ഒരു പ്രവർത്തനം അതാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചത്. ഇന്ത്യയിലും ഡീപ് സ്റ്റേറ്റ് ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ചില ഡീപ് സ്റ്റേറ്റ് സാമ്പത്തിക ശക്തികളാണ്. അതായത് ഇത്തരത്തിലുള്ള പൊളിറ്റീഷ്യൻസിനെ എന്താ പറയാ ബിസിനസ് മാഗ്നറ്റുകൾ ഇവരെല്ലാം സ്വാധീനിക്കും. ഇവരെ അതായത് പൊളിറ്റീഷ്യൻസിനെയൊക്കെ സ്വാധീനിച്ച് അവർക്ക് താല്പര്യമുള്ളവരെ അവിടെ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് ഇരുത്താൻ പ്രവർത്തിക്കും, പണം ഇറക്കും. അതായത് അവർക്ക് സാമ്പത്തികമായി ഉയർന്നു വരുന്ന രാജ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു രാജ്യം ഉണ്ടെന്ന് അതിനെ അട്ടിമറിച്ച് അവർക്ക് താല്പര്യമുള്ള പാവയെ കൊണ്ടുവന്ന് ഇരുത്തും. ഇലുമിനാറ്റി എന്നൊക്കെ ആളുകൾ തമാശക്ക് പറയുന്നത് റിയൽ ആയിട്ടുള്ള അതിനെയാണ് ഡീപ് സ്റ്റേറ്റ്. അതെ. ഇപ്പോ ഈ സിറിയയില് സംഭവിച്ചിട്ടുള്ളത് അതാണ്. സിറിയയില് ISSന്റെ പേര് മാറ്റി. അപ്പോൾ ISSൽ ഉണ്ടായിരുന്ന ISSന്റെ തലവൻ പറഞ്ഞു, അൽഷാറ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ISS അല്ല, ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് ട്രംപ് അവിടെ കൊണ്ടുവന്ന് മൂപ്പരെ ഇരുത്തിയിട്ടുണ്ട്, പ്രസിഡന്റായിട്ട് അവിടെ ഇരുത്തി, സിറിയയില്. അപ്പോൾ ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? ഈ അമേരിക്കയുടെ താല്പര്യങ്ങളെ അവിടെ നടക്കുള്ളൂ. അപ്പൊ യൂനസിന്റെ കാര്യം 3ാം തവണയും വിജയിച്ചതാണ് ഷെയ്ഖ് ഹസീന. അപ്പൊ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ, അമേരിക്കൻ താല്പര്യങ്ങളോട് ചേർന്ന് പോകുന്നതല്ല ഷെയ്ഖ് ഹസീന. അപ്പൊ അവിടെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി യൂനസിനെ കൊണ്ടുവന്നിരുത്തി. യൂനസ് ഈ പറയുന്ന പോലെ ട്രംപ് നിൽക്കാൻ പറഞ്ഞ് നിൽക്കും, മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ മൂത്രമൊഴിക്കും. അതാണ് ഒരവസ്ഥ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടിനെ കൂടി അസ്ഥിരപ്പെടുത്താനുള്ള ലോകം മുഴുവൻ ഭരിക്കണം. ലോകം മുഴുവൻ ഇവർ തന്നെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലാണ്. അപ്പൊ ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അടുത്ത 12 മാസത്തിനുള്ളിൽ മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു ജേർണലിസ്റ്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഗോവയിലെ ഒരു BJP നേതാവുമാണ്. ഗോവ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സാവിയോ റോഡ്രിഗസ് എന്നാണ്. പറയാൻ കുറച്ച് നാക്കുളുക്കും, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പൊ അങ്ങനെയാണ് മൂപ്പറുടെ പേര്. അദ്ദേഹമാണ് ഈ പറയുന്നത് 12 മാസമാണ്, അടുത്ത 12 മാസത്തിനുള്ളിൽ മോദിയെ എങ്ങനെയെങ്കിലും ഒക്കെ താഴെ ഇറക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ CIA അതിനെ നിയന്ത്രിക്കുന്നത് ട്രംപാണ്. ഡീപ് സ്റ്റേറ്റുമായിട്ടും ട്രംപിന് താല്പര്യമുണ്ട്. ട്രംപ് വന്നതും ഒരു തരത്തിൽ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ. അതായത് മസ്ക് എന്ന് പറയുന്നത് വലിയൊരു കുത്തക മുതലാളി. ആ മുതലാളി പണം ഇറക്കിയിട്ടാണ് ട്രംപ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അതും ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതെ. അപ്പോ ഇതിനെതിരെ കാണാൻ പറ്റുന്ന ഡീപ് സ്റ്റേറ്റ്, അതെ, നേരിട്ട് കാണാൻ പറ്റുന്ന ഡീപ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിനെതിരെ BJP RSS പ്രവർത്തകരൊക്കെ ജാഗ്രതയോടെ ഇരിക്കണം. BJP RSS പ്രവർത്തകർ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ജാഗ്രതയോടെ ഇരിക്കേണ്ടത് നമ്മൾ ജനങ്ങളെല്ലാവരുമാണ്. നമ്മുടെ രാജ്യം അസ്ഥിരപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ശക്തികൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനെ ജാഗ്രതയോടെ, അതായത് നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പല സംഭവങ്ങളെയും ഈ ഒരു വീക്ഷണകോണിൽ തന്നെ കാണണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പല വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ അറിയില്ല, നമ്മൾ ഇതിന്റെ പുറകെ അതെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റ്, ട്രംപ് തന്നെയും ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ട്രംപ് തന്നെയും ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ട്രംപും ഒരു സമ്പന്നനാണെന്നുള്ളത്. അതെ, ട്രംപ് ഒരു സമ്പന്നനാണ്. അപ്പൊ മൂപ്പർ തന്നെ അപേക്ഷിച്ച് അദ്ദേഹം അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അതെ അതെ, ബിസിനസ്സുകാരനും കൂടിയാണ്. അപ്പൊ ആ ഒരു രീതിയാണ് ഒരുപക്ഷെ സിറിയയിൽ നടന്നിട്ടുണ്ടാവുക. ട്രംപ് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനമായിരിക്കും സിറിയയിൽ നടന്നിട്ടുണ്ടാവുക. രാജ്യത്തിന്റെ താല്പര്യം മാത്രമല്ല, രാജ്യത്തിന്റെ ബിസിനസ് താല്പര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബിസിനസ് താല്പര്യം കൂടി അതിൽ കടന്നു വരും. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുവാദം കൊടുത്തുകൊണ്ടേയിരിക്കും അവരുടെ താല്പര്യത്തിൽ വരുന്ന ഈ പറയുന്ന അധികാരികളൊക്കെയും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ട്രംപുമായി ചേർന്ന് നിൽക്കുന്ന അമേരിക്കൻ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് BJPക്കുള്ളിൽ വിള്ളലുണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അത് ഒന്നാണ്. മാത്രമല്ല BJPയും RSSും തമ്മിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ഇവർക്കിടയിൽ തന്നെ ഒരു രണ്ട് സംഘടനകൾക്കിടയിൽ കൂടി ഒരു ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാകുമ്പോൾ അത് പൊട്ടിച്ചിതറി പോവും. അപ്പൊ വളരെ പ്ലാൻഡ് ആണ്. അപ്പൊ ഇതെല്ലാം ഗൂഢപദ്ധതികളെല്ലാം തന്നെ CIA ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രക്ഷോഭം വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെക്കാൻ തെളിവുകളില്ല, പക്ഷെ രാഹുൽ ഗാന്ധി ഇങ്ങനെ വാവിട്ട കോടാലി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിൻഡാദേവി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ 104 വയസ്സെന്നോ മറ്റോ 124 വയസ്സെന്നോ മറ്റോ പറഞ്ഞിട്ട് അവരുടെ ടീഷർട്ടൊക്കെ അണിഞ്ഞിട്ടാണ്. അവർക്ക് 35 വയസ്സേ യഥാർത്ഥത്തിലുള്ളൂ. എന്തോ ഒരു പിശക് വന്നതാണ്. അതിനെ ചൊല്ലിയിട്ട് അവരുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പ്രിയങ്ക ഗാന്ധിയൊക്കെ കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. മിൻഡാദേവി എന്നാണ് അവരുടെ പേര്. അവർക്ക് ഇതിലൊന്ന് കാണിക്കുന്നത് 124 വയസ്സാണ്. നമ്മളൊരു കാര്യം വെറുതെ കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല, അത് പരിശോധിച്ച് അതിലെന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് വരാം, ഇതിൽ എറർ വരാം, ഒരു സിസ്റ്റം അല്ലേ. അപ്പോൾ അത് നമ്മുടെ പേരടിക്കുമ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നില്ലേ? ഇത്രയും ആളുകളുടെ വിവരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു തരത്തിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം ആ സംഭവിച്ചിട്ടുള്ളത്. അതും ഒരു വലിയ വിഷയമായിട്ട് എടുത്തു വരും. അവസാനം അവർ പറഞ്ഞു എനിക്ക് തലവേദനയാണെന്നുള്ളത്. ഇവർക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ ഇത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സുപ്രീം കോടതിയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും പോകാതെ ഇവിടെ ഇരുന്ന് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിളാണ് വിജയ്, സിമ്പിളാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ 45 ദിവസം. ഈ 45 ദിവസത്തിന് ശേഷം മാത്രമേ ഈ ഒരു CCTV ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ നശിപ്പിച്ച് കളയുകയുള്ളൂ. ഇത് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് പറയുമ്പോൾ അതിൽ വലിയ നമ്മൾ പോലും സംശയാസ്പദമായി ഇതിനെ കാണുന്ന ഒരു രീതി വരും. മറ്റത് ഇതിന്റെ തെളിവുകൾ കയ്യിലിരിക്കുകയല്ലേ. അപ്പൊ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ്. ജനങ്ങൾ ഒരു പക്ഷെ പെട്ടെന്ന് ഇത് അവരുടെ ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഇതെല്ലാം വിവേചിച്ച് കാണില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവര് ഇവിടെ വെടക്കാക്കി തനിക്കാക്കുക. ഇവിടെ 3D CIA നടപ്പാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡൈവേർഷൻ, ഡിസ്പെഷൻ, ഡിവിഷൻ എന്നിങ്ങനെയുള്ള 3 ഡികളാണ് ഇവരുടെ പദ്ധതി. അതായത് ഡൈവേർഷൻ എന്ന് പറയുക സ്വാഭാവികം ശ്രദ്ധ തിരിച്ചുവിടുക, ഡിസ്പെഷൻ എന്ന് പറയുന്നത് വഞ്ചന അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ CIAയുടെയും ഡീപ് സ്റ്റേറ്റിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം ഒന്നാണെങ്കിലും പുറമേക്ക് വേറൊന്നാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ അത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇതിനൊരു ഉദാഹരണം കൂടിയാണ് അമേരിക്കയുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമാണെന്നും എന്നാൽ മോദിയുടെ കടുംപിടുത്തം കാരണമാണ് ഇത് നടക്കാതിരിക്കുന്നത് എന്ന പ്രതീതിയാണ് CIA ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു പരത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു ക്യാമ്പയിനിങ് അല്ലേ ആദ്യം നമുക്ക് താരിഫ് വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വരുന്നത്? നമ്മൾ ചത്ത എക്കോണമി ആണെന്നല്ലേ പറഞ്ഞത്? അത് തന്നെയല്ലേ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് പുടിനെല്ലാം മുമ്പേ ഇവിടെ വരുമെന്നും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടെന്നും നമ്മൾ പ്രതീക്ഷിച്ചത് ട്രംപുമായിട്ടായിരുന്നു. അമേരിക്കയുമായിട്ട് അത്തരത്തിലൊരു ഡീലിങ്ങിൽ പോകാമെന്നുള്ളതാണ്. അപ്പൊ ആ പ്രതീതി അവർ സൃഷ്ടിച്ചു. അതിനുശേഷം അവർ താരിഫ് കൂട്ടി. അപ്പോൾ അതുവരെ നമ്മൾ വിശ്വസിച്ച് നിന്നിരുന്ന ഒരു ഭരിക്കുന്ന ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ വിശ്വാസ്യത ഒരു ആശങ്ക ഉണ്ടാക്കി കളഞ്ഞു.
അത് വളരെ തന്ത്രപരമായി നടപ്പാക്കി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം വരുന്നത് തന്നെയും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അവർ ചെയ്തത് വളരെ എന്താ പറയുക തന്ത്രപരമായി തന്നെയുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തത് ഡിവിഷൻ എന്നതാണ്. അതായത് BJPക്കുള്ളിലും BJPയും RSSും തമ്മിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഭിന്നിപ്പിക്കൽ ശ്രമത്തിനെതിരെ BJPയും RSSും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുക മാത്രമാണ് അതിനൊരു പോംവഴി. മറ്റൊരു പ്രതിവിധി അതിൽ പറയാനില്ല. ഇന്ത്യക്കും മോദി സർക്കാരിനുമൊക്കെ എതിരെ പ്രവർത്തിക്കാനുള്ള ഏതൊരു വഴിയും ഇവരെ തുറുപ്പു ചീട്ടായിട്ട് പ്രയോഗിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ CIA വഴി അതായത് അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ട്രംപിനെയും ഒക്കെ വെറുപ്പിച്ചത് മോദിയാണ് എന്നുള്ളത് അത് നമുക്കറിയാം. ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് പ്രതിപക്ഷം പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതാണ്ട് ഇത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമം ഈ CIA വഴി ഡീപ് സ്റ്റേറ്റുകൾ CIA വഴി ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഇല്ല എന്നുള്ളത് ആരും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം BJP നേതാവാണെന്ന് പറയാമെങ്കിൽ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അതിനുള്ള തെളിവുകൾ ഇല്ലാതെ ഒരു പത്രപ്രവർത്തകൻ വന്നിട്ട് പറയാനുള്ള സാധ്യതകൾ കുറവാണ്.